ഇറാൻ യുദ്ധത്തിനിടെ യുഎസിന്റെ കയ്യിൽ അവശേഷിക്കുന്ന ടോമാഹോക്ക് മിസൈലുകളിൽ പെന്റഗണിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ആശങ്ക. യുദ്ധം 4ാം ആഴ്ചയിലേക്ക് പ്രവേശിച്ചതോടെ 850-ലധികം ടോമാഹോക്ക് മിസൈലുകളാണ് ഇറാന് നേരെ യുഎസ് തൊടുത്തത്. ആകെയുള്ളതിന്റെ 30% ഉപയോഗിച്ചതോടെ യുദ്ധം നീണ്ടാൽ പ്രതിസന്ധിയിലാകുമെന്നും പെന്റഗൺ വിലയിരുത്തുന്നു. യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദീർഘവീക്ഷണം ഇല്ലാതിരുന്നതിന്റെ തെളിവുകളാണ് പെന്റഗൺ ഉദ്യോഗസ്ഥർ യുഎസ് മാധ്യമങ്ങളോട് പങ്കുവെക്കുന്നത്. യുഎസ് സൈന്യം ഇറാൻ യുദ്ധത്തിന്റെ ആദ്യ 4 ആഴ്ചക്കുള്ളിൽ 850-ലധികം ടോമാഹോക്ക് ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിച്ചു. ഇതിൽ ഏകദേശം പകുതിയും യുദ്ധം ആരംഭിച്ച ആദ്യ ദിവസങ്ങളിലായിരുന്നു. യുഎസിന്റെ മൊത്തം ടോമാഹോക്ക് മിസൈലുകളുടെ എണ്ണം 3000 മുതൽ 4500 വരെ മാത്രമാണെന്ന് കണക്കാക്കപ്പെടുന്നു. അതായത് ഒരു പ്രാദേശിക യുദ്ധത്തിന്റെ 4 ആഴ്ചക്കുള്ളിൽ തന്നെ 20 മുതൽ 30% വരെ സ്റ്റോക്ക് ചിലവഴിച്ചു. ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി ആഘാതം സൃഷ്ടിക്കുന്നതിന് പ്രസിദ്ധമാണ് ടോമാഹോക്ക് മിസൈലുകൾ. ഇതിന്റെ നിർമ്മാണത്തിന് സമയമെടുക്കുന്നതിനാൽ വർഷത്തിൽ 90 മുതൽ 130 എണ്ണം വരെ മാത്രമേ നിർമ്മിക്കാനാകൂ. ഒരു മിസൈലിന്റെ വില 15 ലക്ഷം മുതൽ 20 ലക്ഷം ഡോളർ വരെയാണ്. ഇപ്പോഴത്തെ ഉൽപാദന നിരക്കിൽ 850 മിസൈലുകൾ പകരം വയ്ക്കാൻ 7 മുതൽ 9 വർഷം വരെ എടുക്കുമെന്നാണ് വിലയിരുത്തൽ. വാൾസ്ട്രീറ്റ് ജേണൽ ഇക്കാര്യം പെന്റഗൺ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സ്ഥിരീകരിക്കുന്നുണ്ട്. 2030കളുടെ തുടക്കത്തോടെ ഉൽപാദനം 1000-ലേക്ക് ഉയർത്താനുള്ള പദ്ധതികൾ ഉണ്ടെങ്കിലും അത് നടപ്പാക്കാൻ സമയവും മൂലധനവും സപ്ലൈ ചെയിൻ സ്ഥിരതയും ആവശ്യമാണ്. ഇറാൻ യുദ്ധം നീണ്ടാൽ യുഎസിന് മുന്നിൽ വെല്ലുവിളിയാകുന്ന പ്രതിസന്ധിയാണിത്. ഇപ്പോഴും ഇറാൻ തിരിച്ചടിക്കുന്നതിനാൽ തൽക്കാലം പഴയ സ്റ്റോക്കുകൾ യുഎസ് ഉപയോഗിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. വിചാരിച്ചതിലേറെ മിസൈൽ ശേഖരം ഇറാൻ നിലനിർത്തിയതും തിരിച്ചടിയായി. ടോമാഹോക്കിന് മാത്രമല്ല ഈ പ്രശ്നം. ലോങ് റേഞ്ച് എയർ ഡിഫൻസ് ഇന്റർസെപ്റ്ററുകൾ, പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷനുകൾ, ഹൈപ്പർസോണിക് ആയുധങ്ങൾ, അഡ്വാൻസ്ഡ് റഡാറുകൾ, സെൻസർ സിസ്റ്റങ്ങൾ എന്നിവയ്ക്കെല്ലാം നിർമ്മാണത്തിന് സമയം വേണം. റഷ്യയും ചൈനയും പിന്നാമ്പുറത്തുള്ള യുദ്ധ സാഹചര്യത്തിൽ ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാകും. ഇത്തരമൊരു യുദ്ധ സാഹചര്യത്തിൽ ആയിരക്കണക്കിന് പ്രിസിഷൻ സ്ട്രൈക്കുകൾ ആവശ്യമായി വരും. നിലവിലെ സ്റ്റോക്കുകൾ വേഗത്തിൽ തീരാനിരിക്കെ യുദ്ധം വേഗത്തിൽ തീർക്കാനാകും യുഎസിന്റെ ശ്രമമെന്നാണ് റിപ്പോർട്ടുകൾ. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.